ഷോറൂം നീ ഫ്രാങ്ക്ലിന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ലേ, ഇനിയൊന്നും മേടിക്കാനില്ല. നീ പോയിട്ട് തന്നെ വരെ ഈ ഷോറൂം ഞാൻ എന്റെ സ്വന്തം ഷോറൂം പോലെ നോക്കിക്കോളാം. ആടാ വേറെ ഓപ്ഷൻ ഇല്ല. ജസ്റ്റ് 2 ദിവസത്തേക്ക് നീ വേണം ഈ ഷോറൂമിൽ നോക്കി നടത്താൻ വേണ്ടിട്ട്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ബിസിനസ് ട്രിപ്പ് വന്നോണ്ടോ നിന്റെ കയ്യിൽ തേപ്പിക്കണത്. ആടെ പിന്നെ ബിസിനസ് ചെയ്യുന്ന എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ട് പറയാം. ഏത് കസ്റ്റമർ വന്നാലും അയാളോട് നോ എന്നൊരു വാക്ക് നമ്മളെ നിഘണ്ടുവില്ല. അയാൾക്ക് വേണ്ട വണ്ടി എങ്ങനെയും നമ്മൾ സംഘടിപ്പിച്ചു കൊടുക്കണം. കസ്റ്റമേഴ്സിന്റെ അടുത്തൊക്കെ മര്യാദക്ക് പെരുമാറണടാ. നമ്മുടെ ഈ ഒരു ഷോറൂമിന്റെ ഡിഗ്നിറ്റി നീ കളയരുത്. ഓ ബൈ, ശരി എന്നാ. ഓക്കെ, ബാഗ് പുറകെ വെക്കാം. ഓക്കെടാ ഫ്രാങ്ക്ലിനെ, അപ്പൊ ശരി എന്നാ, വന്നിട്ട് കാണാം. ഓക്കെ ഫ്രാങ്ക്ലിൻ ഇവിടെയൊക്കെ മര്യാദക്ക് നോക്കി നടത്തിയാൽ മതിയായിരുന്നു. ഫ്രാങ്ക്ലിനെ ബൈ ബൈ. ഓക്കെടാ, അങ്ങനെ സിമിയിൽ പോയിട്ടുണ്ട്. ഫൈനലി ഈ വണ്ടികളും ഈ ഷോറൂമും നമ്മുടെ കൈകളിൽ. ആഹാ, ഈ വണ്ടികൾ മൊത്തം എന്റെ മേൽനോട്ടത്തിൽ വന്നേക്കണം. ഏത് വണ്ടിയോടെങ്കിലും നമുക്ക് ഓടിച്ചു നോക്കാം, എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പറ്റും. അതാണ് എന്റെ ഓഫീസ്, സിമിയം എന്നിവരെ. ഇതിന്റെ അകത്തും കുറെ കാറുകളൊക്കെ ഉണ്ട്. ചെയ്യണ്ടാ, കണ്ടാ കുറെ കാറുകളൊക്കെ. ഇത് നമ്മുടെ അധികാരത്തിലാണ്. ഇപ്പോ ആരോടും ചോദിക്കണ്ട. ആഹാ, ഇതാണല്ലേ എന്റെ ഓഫീസ്. കമ്പ്യൂട്ടറൊക്കെ ഉണ്ടല്ലോ. കസ്റ്റമേഴ്സ് ഒന്നും വന്നിട്ടില്ല. ആഹാ, ഇവിടെ ഇരുന്ന് കാല് മേലിലേക്ക് ടേബിളിലേക്കും വെച്ച് കിടക്കാൻ വേണ്ടി രസമായിരിക്കും പണിയെടുക്കാതെ. ഓക്കെ, പക്ഷെ ആളൂരാണ് നമ്മൾ പണിയെടുക്കണം കേട്ടോ. നമ്മൾ മാക്സിമം ഇവിടെയുള്ള എല്ലാ കാറുകളും സിമിയം വരുന്നതിന് മുമ്പ് തന്നെ വിറ്റ് നമ്മുടെ കഴിവ് കാണിച്ചിട്ട് തന്നെ കാര്യം. കസ്റ്റമേഴ്സ് ഒന്നും വന്നൂലല്ലോ. ചേച്ചി കാർ വേണോ? കാറ് വരക്കെ റോഡ് വഴി നടക്കണല്ലാതെ ഷോറൂമിലേക്ക് ആരും വന്നില്ല. വരട്ടെ അതുവരെ. ഓക്കെ, ഇതിനിപ്പോ ഓടിച്ചു നോക്കാൻ പറ്റിയ കാർ ഏതാ ഉള്ളത്? ഈ കയറി കൊള്ളാം. ഇതൊന്ന് ഓടിച്ചു നോക്കട്ടെ. ശിജനെ വാടാ, കേറ. ഓക്കെ മേൻ, ഇതാണ് കാർ. പൊളി. ഈ കാറൊക്കെ സിമിനെ ഉള്ളപ്പോ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെടുത്ത് ഓടിക്കാൻ വേണ്ടി സമ്മതിപ്പിക്കില്ല. പക്ഷെ അവനില്ലാത്തപ്പോ നമ്മളാണ് ഇതിന്റെ മുതലാളി. നമുക്ക് ഇഷ്ടമുള്ള കാർ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, എന്തായാലും കിടന്നതുപോലെ തന്നെ ഇടാം. കസ്റ്റമേഴ്സ് വരുമ്പോ അവർ കാണുമ്പോ ഒരു ഇത് വേണം. ഓക്കെ, ഈ കാർ ഓടിച്ച് സമയമുണ്ട്. 2 ദിവസം ഫുള്ള് സമയമല്ലേ ഉള്ളത്. ഓരോന്നോരോന്ന് പതിയെ ഓടിച്ചു നോക്കാം. കസ്റ്റമേഴ്സിനൊന്നും കാണാനില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓഫീസ് റൂമിൽ പോയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാം. മുതലാളിടാ, കോടിക്കണക്കിന് കാറുകളുള്ള ഒരു ഷോറൂമിന്റെ മുതലാളിടാ. നമ്മുടെ സ്വന്തം അല്ലെങ്കിലും ഇപ്പൊ നമ്മളാണല്ലോ മുതലാളി. ആഹാ, ഇങ്ങനെ നടക്കാൻ എന്താ സുഖം. ഫ്രാങ്ക്ലിൻ ഇങ്ങനെ കിടന്നാ മതിയാ? കാറ് വിൽക്കണ്ടേ? ഇല്ലെങ്കിൽ സിമിയനെങ്കിൽ കാറ് വിൽക്കണമെന്നൊന്നുമില്ല. ആള് വരുവാണേ വിൽക്കും, അത്രേ ഉള്ളൂ. നമ്മൾ അങ്ങാ പോയി സെയിൽ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ നോക്കാൻ തന്നു, അത്രേ ഉള്ളൂ. കമ്പ്യൂട്ടറിൽ എന്താ വല്ല TV വല്ലതും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കട്ടെ. ഷിൻജാനെ, ഞാനൊന്ന് മയങ്ങാൻ വേണ്ടി പോവാണ്. കസ്റ്റമേഴ്സ് വരുവാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാ കിട്ടാ. ഫ്രാങ്ക്ലിൻ പണിയെടുക്കാതെ കിടന്ന്. അപ്പൊ ഇതാണ് സിമിയൻ മാമിന്റെ ഷോറൂം. ചുറ്റി കാണാൻ പറ്റിയ സമയം. ഇതിനകത്തെ വണ്ടികളൊക്കെ നോക്കി. ആഹാ, എനിക്ക് വരെ ഓടിച്ചു നോക്കാൻ വേണ്ടി പറ്റും. കാരണം ഒരർത്ഥത്തിൽ ഞാനും ഇപ്പൊ മുതലാളിയാണല്ലോ. ഓക്കേ, വേണ്ട, ഞാൻ ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി വല്ലയിടത്തും പോയിടിക്കും. ഇവിടെ ഇട്ടാണ് വണ്ടിയൊക്കെ പണിയണേ. പക്ഷെ ഇതുവരെയൊക്കെ ഓക്കെ. 2 കസ്റ്റമേഴ്സ് വന്ന് നിൽക്കണ്. ആഹാ, അതെ കസ്റ്റമേഴ്സ്. ഇവരെന്താ പുറത്തു തന്നെ നിൽക്കണേ? ആഹാ, 2 കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ ഭായിയോട് പറയാം. ഫ്രാങ്ക്ലിൻ ഭായ് എനിക്ക് 2 കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ ഭായ്. കസ്റ്റമേഴ്സാ? പൂടാ, അത്ര പെട്ടെന്നാ? ഇവിടെ നോക്കട്ടെ. കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് വർത്താനം പറഞ്ഞ് വണ്ടി മേടിപ്പുള്ള കാര്യം ഞാൻ ഏറ്റി. ഈ വണ്ടി ഒരു 2-3 ആളിനെങ്കിലും വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അവന്റെ ഫ്രണ്ടില് നാണം കാണാതെ. ഇതാണോ നീ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞത്? ഫ്രാങ്ക്ലിൻ ഭായ്, ഇത് വണ്ടി പഠിക്കാൻ വേണ്ടി അവരെ നോക്കി കാണാണ്ടില്ലേ? ഇത് കസ്റ്റമേഴ്സ് ഒന്നും അല്ലടാ. നിനക്കറിയാമല്ലേ, ഇവിടെ ഈ വിൻഡോ ഷോപ്പിങ്ങിന് വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരാ. അതായത് ഇവര് മേടിക്കത്തൊന്നുമില്ല. മേടിക്കാൻ വേണ്ടി പറയും പൈസ ഇല്ല. ഇവര് വെറുതെ വന്ന് ഈ ക്ലാസ്സിൽ കൂടി വണ്ടി സാധനങ്ങളൊക്കെ നോക്കിക്കും. ചേട്ടാ സ്ഥലം കല്ലേക്ക് നമ്മുടെ ഈ ഷോറൂമിൽ നോക്കിക്കാണുമല്ല. നിങ്ങൾക്ക് കാറ് വേണമെങ്കിൽ തരാം. അല്ലാതെ ഇവിടെ നോക്കാന്ന് സമ്മതിക്കില്ല. ആ പുള്ളി പറമ്പോ തന്നെ പോയി. ചേച്ചി ഇവിടെ നോക്കാതെ പോയച്ചി. എന്റെ ഷോറൂമിൽ നിന്ന് പോവാൻ വണ്ടി നോക്കുന്നതും പോലെ. ഓക്കെ, ആച്ചിച്ചൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഷിജാനെ, ഇങ്ങനെ വല്ലവരും വരുവാണെങ്കിൽ ഒന്ന് നോക്കണ്ട. അവരെയൊക്കെ ഇവിടെ നിന്ന് ഓടിച്ചു കിട്ടോ. വിൻഡോ ഷോപ്പിങ്ങിന് വേണ്ടി കുറെ പേര് വന്നോടും. കിടക്കാൻ സമ്മതിക്കില്ല. പോയി കിടക്കട്ടെ. ഷിജാനെ, ആരെങ്കിലും വരുവാണെ പറഞ്ഞേക്ക്. ഞാൻ ഒന്നുകൂടി ഒന്ന് മയങ്ങട്ടെ. അപ്പൊ അത് വിൻഡോ ഷോപ്പിംഗ് ആയിരുന്നില്ലേ? ഇനി വിൻഡോ ഷോപ്പിംഗ് ആരെ ഇങ്ങോട്ട് അടുക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. പെട്ടെന്ന് ഇവിടെ വന്ന് നിക്കണ. ഇവിടെ വന്ന് ഫോണിൽ കളിക്കുക. ഇത് ഉറപ്പായിട്ട് വിൻഡോ ഷോപ്പിംഗ്. ചേട്ടാ, ഇവിടെ വിൻഡോ ഷോപ്പിംഗ് ആരും അലൗഡ് അല്ല ഞങ്ങളുടെ ഷോറൂമില്. ചേട്ടാ, ഇവിടെ നിന്ന് പോണേണ് നല്ലത്. വിട്ടോ സ്ഥലം വിട്ടോ. ഓക്കെ, പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്ന് നിൽക്കണവരൊക്കെ വിൻഡോ ഷോപ്പേഴ്സ് ആണല്ലേ. ഇത്ര പണം ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ല നടന്ന് വിഷമിച്ച്. ഇതൊരു ഷോറൂമാണല്ലോ. എന്നാ ഒരു കാർ ഇങ്ങനെ മേടിച്ചേക്കാം.
കാറ് ഇവിടെ ഒത്തിരി കാറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നല്ലൊരു കാറ് നോക്കി മേടിച്ചേക്കാം. എല്ലാരും വീട്ടിലേക്ക് ഒരു കാറ് വേണമായിരുന്നു. ഒത്തിരി കാറുകളുണ്ടല്ലോ ഇവിടെ. ഏതൊക്കെ കാറുണ്ടെന്ന് തോന്നുന്നത്? എന്റെ കണ്ടുപിടിച്ച് അടുത്ത വിൻഡോ ഷോപ്പിംഗ്. ചേട്ടാ ഇവിടെ വിൻഡോ ഷോപ്പിംഗ് അവൈലബിൾ ഇല്ല. പൊക്കെ എന്റെ അങ്ങനെ ഷോറൂമിൽ നിന്ന് സ്ഥലം കല്ലിയാക്കേണ്ട. വിൻഡോ ഷോപ്പിംഗ് ആണോ മോനെ? ഞാൻ വിൻഡോ ഷോപ്പിംഗിന് വേണ്ടി വന്നതല്ല. ഈ ഷോറൂമിൽ കൊച്ചു പിള്ളേരുള്ളതോ വലിയ ആളുകളൊന്നുമില്ലടാ. ഞാനൊരു വണ്ടി മേടിക്കാൻ വേണ്ടി വന്നതാ. അല്ല എനിക്കറിയാം ചേട്ടൻ വണ്ടി മേടിക്കാൻ വന്നതാണെങ്കിൽ ചേട്ടൻ എന്തിനാ ഗ്ലാസിന്റെ തൊഴിൽ നോക്കിക്കൊണ്ടിരുന്നത്? ചേട്ടൻ വിൻഡോ ഷോപ്പിങ്ങിന് വന്നതാ. എന്താ ഇവിടെ ഒരു ഒച്ച? എടാ ഒരു കസ്റ്റമർ അല്ലേ പോണത്? ആഹാ ആ ഷിൻചാ ചെറുക്കൻ ആ കസ്റ്റമറെ പറഞ്ഞു വിട്ടെന്ന് തോന്നുന്നു. ചേട്ടാ പോലെ കാർ മേടിക്കാൻ വന്ന ആളാണോ? കാറാ? എനിക്ക് നിന്റെ ഷോറൂമിൽ നിന്ന് ഒരു കാറ് വേണ്ട, ഒന്നും വേണ്ട. ആ പയ്യനാതെ അവിടുന്ന് മാറ്റി. ആഹാ ഷെടാ ആ കസ്റ്റമർ പോയി. ഷിൻചാനെ നീ എന്ത് പണിയാണ് കാണിച്ചത്? എന്തിനാണ് ആ പുള്ളിനെ പറഞ്ഞു വിട്ടത്? ഫ്രാങ്ക് ബൈ പുള്ളി വിൻഡോ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി വന്നേക്കുക. ആഹാ വിൻഡോ ഷോപ്പിങ്ങിന് ചെയ്യാൻ വന്നവര് മേടിക്കാൻ വന്നവര് തമ്മിൽ തിരിച്ചറിയാം. പുള്ളിയുടെ കോട്ട് സൂട്ടും കണ്ടറിയാൻ പാടില്ലേ പുള്ളി മേടിക്കാൻ വന്നതാന്ന്? പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കസ്റ്റമർ പോയി. എടാ ഷിൻചാനെ ഇനി നീ വിൻഡോ ഷോപ്പിംഗ് വന്ന ആരും വന്നാലും എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ തീരുമാനിക്കാം അവനെ പറഞ്ഞു വിടണോ വേണ്ടിയൊന്ന്. ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഇവൻ കച്ചവടം മൊത്തം കളയും. ഞാൻ ഇപ്പൊ അവിടെ ഒരു വണ്ടി അഴുക്ക് പിടിച്ച് കിടപ്പുണ്ട്. അതൊന്ന് കഴുകിടട്ടെ. ആ സമയം കൊണ്ട് ആരും വന്നാലും നീ എന്റെ അടുത്ത് പറയണം കേട്ടോ. നീ ആയിട്ടൊന്നും ചെയ്യണ്ട. ഓക്കെ? ഒരുമാതിരിപ്പെട്ട എല്ലാ ഷോറൂമിലും അന്വേഷിച്ച് ഇനി ഇവിടെ എവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കാം. കിട്ടാൻ ചാൻസ് ഇല്ല. എന്താ ഇവിടെ ഒരു പയ്യൻ നിക്കണ? എന്റെ എൻഡോസിൽഫ കാരണം വളർച്ച മുരടിച്ചു പോയ ഷോറൂമിന്റെ അധികാരിയാന്ന് തോന്നുന്നത്. ചേട്ടാ ഇവിടെ ഈ ഫ്രീ ഫയർ കാർസ് ഉണ്ടോ? വിൻഡോ ഷോപ്പിങ്ങിന് വന്നതാണോ? കാറ് മേടിക്കാൻ വന്നതാണോ? അതോ മോഷ്ടിക്കാൻ വന്നതാണോ? അയാളുടെ ലുക്കായിട്ട് മോഷ്ടിക്കാൻ വന്ന പോലെയുണ്ട്. എന്തായാലും ചേട്ടാ ഒരു സെക്കൻഡ് ഇപ്പൊ പറയാം. ഫ്രാങ്ക്ലിൻ ബൈ എന്ന് പറയാം. അതാ നല്ലത്. ഫ്രാങ്ക്ലിൻ ബൈ എന്താ കാറ് കുറച്ചോണ്ടിരിക്കണോ? ഒരു കസ്റ്റമർ വന്നേക്കണേ. ഫ്രാങ്ക്ലിൻ ബൈ കസ്റ്റമറാ? നോക്കട്ടെ. കണ്ടിട്ട് നമ്മുടെ ഷോറൂം മോഷ്ടിക്കാൻ വന്ന ആളെ പോലെയുണ്ട്. പക്ഷെ അയാൾക്ക് തെറ്റിപ്പോയി. സിമിയനുള്ളപ്പോ വേണേ ഈ ഷോറൂം മോഷ്ടിക്കാൻ പറ്റും. പക്ഷെ ഈ ഫ്രാങ്കിനുള്ളപ്പോ നടക്കില്ല. മര്യാദക്ക് തോക്ക് താഴെ ഇടുന്നതാണ് നല്ലത്. തോക്ക് താഴെ ഇടാനാ? ചേട്ടാ ഞാനൊരു കാർ വാങ്ങാൻ വേണ്ടി വന്നതാ. ഇവിടെ ആ കാറുണ്ടോ? കാർ വാങ്ങാൻ വേണ്ടി വന്നതാണോ? അല്ല ഈ വേഷം കണ്ടപ്പോ ഏത് കാർ കേട്ടാ വേണ്ട? ഇവിടെ നമുക്ക് ഒത്തിരി കാറുണ്ട്. കണ്ടില്ലേ? ഈ വെറൈറ്റിയുള്ള സ്പോർട്സ് കാർ, ആ കാർ, ഈ കാർ. അകത്തേക്ക് വരുവാണെങ്കിൽ കുറച്ച് സൂപ്പർ കാർസ് വരെയുണ്ട്. ഏത് കാറാണ് വേണ്ടത്? സൂപ്പർ കാറാ? നോക്കട്ടെ. ചേട്ടാ ഈ സൂപ്പർ കാറൊന്നും അല്ല എനിക്ക് വേണ്ടത്. ഇവിടെ ഫ്രീ ഫയർ കാർസ് ഇല്ലേ? ഞാൻ എല്ലാ ഷോറൂമിലും പോയി തപ്പി എങ്ങും ഫ്രീ ഫയർ കാർസ് കിട്ടാനില്ല. ഞാനാണെങ്കിൽ ഫ്രീ ഫയർ കാർസ് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഇവിടെ ഇല്ലല്ലേ? പിന്നെ നിങ്ങളൊക്കെ എന്തിനാണോ ഈ ഷോറൂമിൽ തൊണ്ടിരിക്കണത്? ഫ്രീ ഫയർ കാർസാ? ഒരു സെക്കൻഡ് ചേട്ടാ, ഞാൻ ഇപ്പൊ പറയാട്ടാ. നമ്മുടെ ഗോഡൌണിൽ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. സിമിയനെ വിളിച്ചു ചോദിക്കട്ടെ ഇവിടെ ഫ്രീ ഫയർ കാർസ് ഉണ്ടോ? എടാ അതെ സിമിയ. നമ്മുടെ ഈ ഷോറൂമിൽ ഫ്രീ ഫയർ കാർസ് ചോദിച്ച ഒരാൾ വന്നിട്ടുണ്ടല്ലോ. ഇവിടെ ഫ്രീ ഫയർ കാർസ് ഉണ്ടോ? ഫ്രീ ഫയർ കാർസാ? ഇപ്പൊ അതൊക്കെ ചോദിച്ച ആൾക്കാരാണ് തുടങ്ങിയ. എടാ ഫ്രീ ഫയർ കാർസ് ഇല്ല. പക്ഷേ അറിയാലോ നമ്മുടെ കമ്പനി റൂള്. നോ ടു എ കസ്റ്റമർ. ഒരു കസ്റ്റമറോട് നോ പറയാൻ വേണ്ടി പറ്റില്ല. ഒരു കാര്യം ചെയ്യും, അവരോട് എത്ര ഫ്രീ ഫയർ കാർസ് വേണമെന്ന് ചോദിച്ചേ. എത്ര ഫ്രീ ഫയർ കാർസ് വേണമെന്നാ? ചേട്ടാ അതെ എത്ര ഫ്രീ ഫയർ കാർസ് വേണമായിരിക്കും ചേട്ടന്? എനിക്ക് എത്ര കിട്ടിയാലും കുഴപ്പമില്ല. ഒരു 3-4 കിട്ടിയാലും ഞാൻ വാങ്ങിച്ചോളാം. എത്ര രൂപയായാലും കുഴപ്പമില്ല. എത്ര രൂപയായാലും കുഴപ്പമില്ലെന്നോ? എടാ ഫ്രാങ്ക്ലിന്, അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് ആരും ഫ്രീ ഫയർ കാർസിന്റെ ലൊക്കേഷൻ സെൻഡ് ചെയ്യാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇവരാരും നമുക്ക് കാർ വെറുതെ തരില്ല. സോ അവിടെ ചെന്ന് മോഷ്ടിച്ചോണ്ട് വരെ വേണം ചെയ്യാൻ വേണ്ടിട്ട്. അതായത് ക്രോണോ, DJ അലോക്, മണി വേസ്റ്റ് ഇതുപോലെയുള്ള ക്യാരക്ടേഴ്സിന്റെ അവരുടെ സ്വന്തം ഫ്രീ ഫയർ കാറുകള്. ഇത് അത്ര എളുപ്പമായിരിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് ചെയ്ത് നീ ഈ ഒരു സൈഡ് നടത്തിക്കഴിഞ്ഞാൽ നിനക്ക് വേണ്ട പ്രതിഫലം ഞാൻ തരുന്നതാണ്. അങ്ങനെ നീ എങ്ങനെയെങ്കിലും ആ വണ്ടികളൊന്ന് മോഷ്ടിച്ച് കൊണ്ടുപോകാം. മോഷ്ടിക്കാരാ? കാറൊക്കെ മോഷ്ടിച്ചിട്ട് കൊറേ നാളായല്ലോ. ഓക്കേടാ സിമിയ, ഞാൻ ഷോറൂം നോക്കാൻ വേണ്ടി. ഓക്കെ നമ്മുടെ കമ്പനി പോളിസി ഒരു കസ്റ്റമറിനോട് നോ പറയാൻ വേണ്ടി പറ്റില്ല. ശരി ഞാൻ മോഷിച്ചോണ്ട് വരാം. നീ ലൊക്കേഷൻ അയക്ക്. ഇപ്പൊ തന്നെ അയക്കാം. റൈറ്റ്. ചേട്ടാ ചേട്ടനെ കുറിച്ച് അറിയാൻ പാടാട്ടാ. ലോസ് ആൻഡോസിന്റെ മെയിൻ ആളാ ഞാൻ. ചേട്ടൻ ഒരു 1 മണിക്കൂർ വെയിറ്റ് ആണെങ്കിൽ ഇത്ര കാർ വേണേലും ഫ്രീ കാർസ് ഞാൻ കൊണ്ടു തരാം. കാർ കിട്ടുക? എങ്ങനെയാണ്? 1 മണിക്കൂറല്ല. ഞാൻ പോയിട്ട് ആ കാറുകൾ മോഷ്ടിക്കാനുള്ള വഴി നോക്കിട്ട് വരാം. ഷിജനെ നീ ഇവിടെ ഈ പുള്ളിനെ ഈ ഷോറൂമൊക്കെ ഒന്ന് നോക്കി ആരെങ്കിലും വരുവാണെങ്കിൽ നീ എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യും കേട്ടാ. ചേട്ടൻ ഇവിടെ ഇരിക്കും. ഞാൻ പോയിട്ട് കാർ സംഘടിപ്പിച്ചോണ്ട് വരാം. ഓക്കെ ഷിജാനെ നീ പുറത്ത് ആൾക്കാരൊക്കെ വരുമ്പോ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി ഇവിടെ തന്നെ നിൽക്ക്. ഞാനാണെങ്കിൽ കാറൊക്കെ മോഷിച്ചിട്ട് കുറെ നാളായി. ഇതും ഫ്രീ ഫയർ കാർസ്. ഇങ്ങനെ ഒരു ഫ്രീ ഫയർ കാർസ് ഇവിടെ ഉണ്ടെന്നേ നമ്മൾ ഇപ്പോഴാണ് അറിയണം. ഓൾ റൈറ്റ്. വണ്ടി മോഷ്ടിക്കാൻ വേണ്ടി നമ്മൾ സിമിയന്റെ ടോട്ടൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ മോഷ്ടിച്ച വണ്ടി കെട്ടി വലിച്ചോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റും. സിമിയൻ തന്ന ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് നേരെ വണ്ടി വിടാം. അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സ്കെച്ച് ഇടാം. ഓക്കെ സിമിയൻ അയച്ചെന്ന ലൊക്കേഷൻ ഇവിടെ അടുത്താണുള്ളത്.
എന്നുള്ളത്. നമ്മളാണ് പണ്ട് ഒരു 10 വർഷം മുമ്പ് ഫ്രീ ഫയർ കളിച്ച ഒരു എക്സ്പീരിയൻസ് അല്ലാതെ വേറെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ഫ്രീ ഫയർ വണ്ടീസ് ഏതാണെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അതായത് സിമിയം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്കറിയാവുള്ളൂ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. സിമിയം പറഞ്ഞനുസരിച്ചിട്ട് വണ്ടി ഈ ഉള്ളിലേക്കാണ് കേട്ടിട്ടുണ്ട്. സിമിയൻ അയച്ചെന്ന ലൊക്കേഷൻ പ്രകാരം ആ സ്ഥലത്തിന്റെ പേര് ക്ലോക്ക് ടവർ എന്ന് കാണുന്നുണ്ട്. നമ്മുടെ ഫ്രീ ഫയറിൽ ക്ലോക്ക് ടവർ എന്നുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലേ. ഓക്കെ, എന്തായാലും എനിക്ക് ഓർമ്മയില്ല. ഫ്രീ ഫയറിലെ ക്ലോക്ക് ടവർ എന്ന് പറയുമ്പോൾ ക്ലോക്കുള്ള വലിയ ടവറാണ്. പോയി നോക്കാം നമുക്ക്. എന്തായാലും അവിടെ ചെല്ലും പറയാം. ആ പുള്ളി ഒരു കാർ മേടിക്കാൻ വേണ്ടി വന്നത്. പക്ഷെ സിമിയൻ പറയാണ് എല്ലാ ഫ്രീ ഫയർ കാറും മോഷ്ടിച്ചുകൊണ്ട് വരാം. നമുക്ക് ഇന്ന് മോഷ്ടിക്കാൻ പറ്റുന്നത്രയും കാർ മോഷ്ടിച്ചുകൊണ്ട് വരാം. ഓക്കെ, സിമിയൻ പറഞ്ഞ അനുസരിച്ചിട്ട് ഇവിടെ അടുത്താണ് ആ ഒരു ക്ലോക്ക് ടവർ. ഓ ബേ ചേട്ടാ, ഇതാണ് സിമിയൻ പറഞ്ഞ ക്ലോക്ക് ടവർ. അതില്ലേ ഫ്രീ ഫയറിലെ ക്ലോക്ക് ടവർ. ആടാ, ശരിക്കും മറ്റേ ക്ലോക്കിന്റെ മറ്റേ വലിയ ടവർ. അതാണ് ആ സ്ഥലത്തിന് ക്ലോക്ക് ടവർ എന്ന് പേര്. ഇപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് എങ്ങനെ പോകണം? അവിടെ റോഡ് കാണുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ ആദ്യത്തെ ഫ്രീ ഫയർ കാർ ഇവിടെയാണുള്ളത്. ഇവിടെ ഏത് കാറാണ് ഉള്ളതെന്ന് അറിയാൻ പാടില്ലല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് തന്നെയല്ലേ ഫ്രീ ഫയറിലെ ക്ലോക്ക് ടവർ എന്നുള്ളത് കവലിലൂടെ ഇറക്കിട്ടാ. ഓക്കെ, ഇവിടെ ഒരു വഴി കാണുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ചിലപ്പോൾ ആൾക്കാരുണ്ടാകാൻ വരെ സാധ്യതയുണ്ട്. ഫ്രീ ഫയർ ചോക്കാണെങ്കിൽ നല്ല ഷൂട്ടിംഗ് വരെ നടക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. ഇൻ ദാറ്റ് കേസ് നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടിട്ട് നൈസായിട്ട് ഈ മരത്തിന്റെ മറവിലിട്ടിട്ട് ഒരു സ്കെച്ച് ഇട്ടിട്ട് വരാം. എന്നിട്ട് വണ്ടി നൈസായിട്ട് തൂക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, സോ ഗൈസ്, നമ്മള് നൈസായിട്ട് ഫ്രീ ഫയർ വണ്ടി മോഷ്ടിക്കുന്നതിന് മുമ്പ് ലൈക്ക് അടിക്കാൻ ചാനൽ സബ് ചെയ്യാൻ നിങ്ങൾ ഇപ്പം നോട്ടിരിക്കുക. പക്ഷെ ഇപ്പൊ ആലോചിക്കുന്നത് അറിയാം, ഇവിടെ ഏത് കാർ ഉള്ളതെന്നാ. ഇവിടെ എനിമി ഉണ്ടോന്ന് അറിയാൻ പാടില്ല. ഫ്രീ ഫയറും പബ്ജി എന്നൊക്കെ പറയുമ്പോൾ തന്നെ എനിമി ഉണ്ടാവുമായിരിക്കുമല്ലോ. ഇവിടെ ആരും കാണാനൊന്നുമില്ല. ഒരു പെലത്തിന് കണ്ണൊക്കെ എടുത്തോണ്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഉള്ളിലൊക്കെ ആവശ്യം വരുവാണെങ്കിൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, എനിമി ഉണ്ടെങ്കിൽ ഹൈറ്റ് ചെയ്ത് പോകാൻ വേണ്ടി പാടില്ല. ഫ്രണ്ട് വഴി ഒരിക്കലും കയറാൻ വേണ്ടി പാടില്ല. ഇവിടെ ഒരു വീട് കാണുന്നുണ്ട്. ആ വീടിനുള്ളിൽ കയറാം. ഓക്കെ, ഇവിടെ എനിമീസ് ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നണത്. ഇല്ല, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട് ഗേറ്റ്. ഇവിടെ ഒരു സ്ഥലം ഉണ്ടല്ല. ഓക്കെ, സൈഡ് വഴി കയറാം. അതാ നല്ലത്. പബ്ജി ഫ്രീ ഫയർ ഇപ്പൊ ഈ വീടിന്റെ ഉള്ളിൽ നിന്ന് നല്ല അടി കിട്ടിയാൽ. ഓ മേൻ, പണ്ടത്തെ പബ്ജി കളിച്ചതൊക്കെ എനിക്ക് ഓർമ്മ. ഫ്രീ ഫയർ ഞാൻ കളിച്ചിട്ടുണ്ട്, പക്ഷെ വലിയ രീതിയിൽ കളിച്ചിട്ടില്ല. ഓക്കെ, നമ്മൾ എവിടേക്ക് എത്തിയിട്ടുണ്ട്? എനിമി സൈറ്റ് ഇല്ല, ഇവിടെ ഇല്ല. ടി വി ഒക്കെ ഉണ്ടല്ലോ. ടി വി ഒന്നും ഇല്ല. ഓൾറൈറ്റ്, നമ്മൾ എവിടേക്കോ എത്തി. ഞാൻ ഇവിടെ പോകുന്നത് എനിക്ക് അറിയാൻ പാടില്ല. ഇവിടെ എനിമീസ് ഒന്നും ഇല്ലെന്ന് കേട്ടോ. കാലി സ്ഥലം. അപ്പൊ ഇതാണ് ക്ലോക്ക് ടവർ. ഫ്രീ ഫയറിലെ ക്ലോക്ക് ടവർ ഇത് തന്നെയല്ലേ? ഓക്കെ, നമ്മൾ ക്ലോക്ക് ടവറിന്റെ തൊട്ടടുത്തേക്ക് വന്നിട്ടുണ്ട്. ഓ എന്താ അത്? എടാ, ആളിപ്പുണ്ട്. ആരാടാ നിക്കണേ? നമ്മുടെ ലെസ്റ്റർ എന്ന ഇൻഫോർമേഷൻ അനുസരിച്ച് നിക്കണത് ക്രോണോയാണ്. ഫ്രീ ഫയറിന്റെ ക്രോണോ. ഫ്രീ ഫയറിൽ അങ്ങനെ ഒത്തിരി ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. പബ്ജിയിലും ഉണ്ട്, പക്ഷെ ഇതുപോലത്തെ അത്രയും ഫ്രീ ഫയറിൽ അത്രയും ഭയങ്കര ഫേമസ് ആയുള്ള ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല. ക്രോണോ, DJ ലോക്ക് അങ്ങനെ ഉണ്ട്. ആരെങ്കിലും ഞാൻ പബ്ജി കളിച്ചിട്ട് കുറെ നാളെ. അപ്പൊ ഇതാണ് ആ ഫ്രീ ഫയർ വണ്ടി. എന്റെ ചോദ്യം, ഇവന്മാര് നിൽക്കുമ്പോ ഞാൻ എങ്ങനെ ആ വണ്ടി മോഷ്ടിക്കും എന്നുള്ളതാ. ഇവന്മാരെ ദിശ തിരിപ്പിക്കാൻ വേണ്ടി ഇതാണ് ക്രോണോന്റെ വണ്ടി. മോസ്റ്റർ ട്രക്കാണല്ലോ. ഓക്കെ, ഈ വീടിന്റെ ഉള്ളിലേക്ക് കയറാ. വിളിക്കാം. വെടിവെച്ചിട്ടാലേ എല്ലാത്തിനെയും. അതാണ് ഞാൻ ആലോചിച്ചിട്ട് ആ ഒരു വഴിയെ എനിക്ക് തോന്നുന്നുള്ളൂ. ഇവിടുന്ന് വെടിവെച്ചിട്ടാലാ സ്ഥലം. ഫ്രീ ഫയർ വണ്ടി മോഷ്ടിക്കണമെങ്കിൽ നമ്മൾ ഫ്രീ ഫയർ പോലെ തന്നെ ചിന്തിക്കണം. വേറെ ഒന്നുമില്ല. എനിമീനെ കണ്ടാൽ വെടിവെച്ചിടുക, അത്രേ ഉള്ളൂ. ഇന്ന് നമ്മൾ ന്യായവും ധർമ്മം നോക്കിയിട്ട് കാര്യമില്ല. ഇച്ചിരി കൂടി മേളിൽ കയറാൻ പറ്റുന്ന നോക്കട്ടെ. കുറച്ചും കൂടി നല്ല വ്യൂ കിട്ടണം. ഇവിടെ നല്ല വ്യൂ ഒന്നുമില്ല. താഴെ തന്നെ നല്ലത്. ഈ ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്ന് 2 പേരെ അടിച്ചിട്ടേക്കാം. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സ്നൈപ്പറാണ് ഏറ്റവും നല്ലത്. 2 പേർക്കും ഹെഡ്ഷോട്ട് കൊടുത്തുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ, പിടിച്ചോ. ഓൾറൈറ്റ്, 2 പേരും എത്തുന്നുണ്ട്. 6 വെടിവെച്ചാൽ ക്രോണോ ഉണർന്നു തോന്നുന്നു. ക്രോണോ കിട്ട് കാലിനെട്ട് വെടിച്ചിട്ടാലോ. ചാടാ. ക്രോണോ എവിടെ? ക്രോണോ കിട്ട് എന്നാ പിടിച്ചോ. ക്രോണോനെ കിட்ட റെഡി കൊടുത്ത് ബോധം കളിച്ചിട്ടുണ്ട്. നോക്കോട്ടായി. ക്രോണോ നോക്കോട്ടായി. ഓക്കെ, ഇവിടെ ഇനി വേറെ എനിമീസ് വല്ലതും ഉണ്ടെന്ന് അറിയാൻ പാടില്ല. ഇവന്മാര് മാത്രമേ വളർന്നു തോന്നുന്നത്. ഇവന്മാരത്ര വണ്ടിയൊക്കെ ചുറ്റിനിട്ട് അതിന്റെ മേളിൽ കയറി നിൽക്കും. എന്തായാലും നമുക്ക് മോഷ്ടിക്കാൻ പറ്റിയ സാഹചര്യം കിട്ടുന്നത്. ഓക്കെ, സോ ഈ ക്രോണോന്റെ വണ്ടി തന്നെ ആദ്യം നമ്മൾ എടുത്തിട്ടുണ്ട്. പറഞ്ഞാൽ ഇത് ഓടിച്ചോണ്ട് പോകാനാണ് രസം, പക്ഷെ ഇത് വലിച്ചോണ്ട് പോകാൻ വേണ്ടി നമ്മൾ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രീ ഫയർസിന്റെ വണ്ടിയൊക്കെ അടിപൊളി കേട്ടോ. ഇതിൽ എഴുതിയിട്ടുണ്ടോ ക്രോണോ എന്ന് എഴുതിയിട്ടുണ്ടോ? ഓക്കെ, നമ്മൾ വണ്ടി അവിടെ ഇട്ടേക്കണം. അവിടെ അല്ലേ ഇട്ടേക്കണം. സോറി ക്രോണോ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ താങ്കളുടെ വണ്ടി എനിക്ക് എടുക്കേണ്ടി വന്നു. ഓൾറൈറ്റ്, ചാടിച്ച പോണോ? വിഷയം സാധനം. ഈ വണ്ടി വലിച്ചോണ്ട് പോകാൻ പോകുന്നത്. ഇത് ഓഫ് റോഡിനൊക്കെ പറ്റിയ വണ്ടി കേട്ടോ. അതുകൊണ്ട് ഇതുവരെയൊക്കെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് കയറി. ഓക്കെ, എന്തായാലും ഫസ്റ്റ് വണ്ടി നമ്മൾ സക്സസ്ഫുള്ളി മോഷ്ടിച്ചിട്ടുണ്ട്. അതും സിമ്പിൾ ആയിട്ട്. ഞാൻ വിചാരിച്ചില്ല ഇത്ര എളുപ്പത്തിൽ മോഷ്ടിക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഈ വണ്ടി ടോ ട്രക്ക് എടുത്തോണ്ട് വലിച്ചോണ്ട് പോകാം നമുക്ക്. ഇനി ഈ വണ്ടി നമ്മുടെ ടോ ട്രക്കിലേക്ക് കണക്ട് ചെയ്യണം. ടോ ട്രക്കിൽ കണക്ട് ആകുമെന്ന് അറിയാൻ പാടില്ല. ഞാൻ സാധാരണ കാറൊക്കെ കണക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇത് വലിയ മോൺസ്റ്റർ ട്രക്ക് അല്ലടാ. കേരള അവിടെ കണക്ട് ആണോ? കണക്ട് ചെയ്ത് നൈസായിട്ട് എങ്ങനെയൊക്കെ കണക്ട് ആയിട്ടുണ്ട്. വലിച്ചു കഴിഞ്ഞാൽ പോലും ചെയ്യും. പക്ഷേ എന്റെ മോനെ, അത് ഓഫ് റോഡ് വണ്ടി ഭയങ്കര വെയിറ്റ് ഉള്ള വണ്ടിയല്ലേ. അത് കാരണം ഇത് കണ്ടോ, വലിച്ചിട്ട് പതിയെ വേണം പുറകെ വന്നോക്കിയ പൊള്ളി. മിക്കാറും നമ്മുടെ ഈ മോഷണൊക്കെ കൊണ്ട് നമ്മൾ കൊണ്ടുവന്ന വണ്ടി വലിച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥ ആകുന്ന എനിക്ക് തോന്നുന്നത്. കുഴപ്പമില്ല, ഹനുമാൻ ഗീരണോ? ഹനുമാൻ ഗീരിട്ടാ മതി. ഹനുമാൻ ഗീരിട്ട് കഴിഞ്ഞാൽ നമുക്ക് വളച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ റെഡിയായി. ഇനി ഇതും വലിച്ചോണ്ട് ഞാൻ അവിടെ വരെ ആലോചിക്കണം. അതല്ല, ഫസ്റ്റ് വണ്ടി ഇതാണെങ്കിൽ അടുത്ത വണ്ടി ഏതാന്ന് ഹനുമാൻ ഗീരിട്ട് കയറിപ്പോ 3 ലൊക്കേഷനാണ് ഇപ്പൊ സിനിമ നമുക്ക് അയച്ചു തന്നേക്കണം. ഫസ്റ്റ് വണ്ടി ഇതാണെങ്കിൽ സെക്കൻഡ് വണ്ടി ഏതായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പടയപ്പാ കേരള ഹനുമാൻ ഗീർ. ഓക്കെ, സോ നേരെ ഷോറൂമിലേക്ക് പോവാ ഈ വണ്ടി ആയിട്ട്. ഓക്കെ, അങ്ങനെ ഫൈനലി നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഷോറൂമിന്റെ അടുത്ത വണ്ടി കാണുമ്പോൾ തന്നെ ആ പുള്ളി നല്ല ഇംപ്രസ് ആയിട്ട് എല്ലാ വണ്ടികളും നമ്മുടെ കയ്യിൽ നിന്ന് പുറകിന്ന് വന്നിരിക്കണം. ഒരു കണക്കിനാ മനുഷ്യനിവിടെ ഈ വണ്ടി വലിച്ചോണ്ട് പോകുന്നത്. ഹനുമാൻ ഗീർ. ഓക്കെ, ഇത് നേരെ ലെഫ്റ്റ് മാറിക്ക്. ഓൾ റൈറ്റ്, എങ്ങനെയൊക്കെയോ നമ്മൾ എവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി പോട്ടെ.
ഓക്കെ മോഷണം ഒക്കെ എടുത്ത് അകത്തേക്കിടാം. വിൻഡോ ഷോപ്പിംഗ് ആൾക്കാരൊക്കെ വന്നിരിക്കണം. ഷിജാനെ നീ ഇവിടെ മര്യാദ നോക്കണില്ല. നീ ഇവിടേക്ക് എന്തിനു നിൽക്കണോ? അതാ വിൻഡോ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി ആൾക്കാരൊക്കെ വന്ന് നിൽക്കണാണല്ലേ. എന്താണ് ഇത്? ക്രോണോന്റെ വണ്ടിയാ? ഈ വണ്ടി തന്നെ കൊണ്ടുവന്നല്ലേ? കൊള്ളാം. ഈ വണ്ടിക്ക് വേണ്ടി എത്ര കോടികളാണ് മുടക്കാം? കോടികളാ വേണ്ടി വരും എന്റെ ഈ പ്രയത്നത്തിന് വേണ്ടി കോടികൾ തരേണ്ടി വരും. ചേച്ചി സ്ഥലം കലിയാക്ക് സ്ഥലം വിട്. എടാ ഇത് ഫസ്റ്റ് വണ്ടി, നീ എനിക്ക് കളയാൻ വേണ്ടി സമയമില്ല. ഞാൻ പോയിട്ട് അടുത്ത വണ്ടി മോഷിച്ചിട്ട് വരട്ടെ. ഒരെണ്ണം മോഷിക്കാൻ വേണ്ടി ഇത് കൊണ്ടുവരാൻ വേണ്ടി തന്നെ ഇത്ര സമയം എടുത്ത്. ഇനി 2 വണ്ടി കൂടി കൊണ്ടുവരാൻ വേണ്ടി ചേട്ടാ പൈസ ഇടായി വെക്കും. അപ്പൊ ശരിയാ ഷിജാനെ ഷോറൂം നോക്കൂ. ഓക്കെ നമുക്ക് അടുത്ത ഫ്രീ ഫയർ ലൊക്കേഷനിലേക്ക് പോവാം. ഓക്കെ വണ്ടി ആട്ടാ അടുത്ത വണ്ടി എല്ലാ ബസ്സൊക്കെ ഫ്രീ ഫയറിന്റെ ബസ്സൊക്കെ ഉണ്ടാ അതൊന്നും ഇതിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. ഓക്കെ എന്തായാലും അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. വന്ന് ഞാൻ ഏത് കാട്ടിലേക്കാണ് എന്നത് ഡോണ്ട് ടെൽ മീ മാൻ. ഞാൻ വിചാരിക്കുന്നത് സത്യം അത് മാത്രം എന്നോട് പറയരുത്. ആഹാ പോച്ചിടാ ചേടാ. അപ്പൊ ലൊക്കേഷൻ പ്രകാരം അത് സത്യം തന്നെയാ. അതായത് ആ ദ്വീപിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ആ ദ്വീപിലേക്ക് നമ്മൾ എങ്ങനെ പോകും? ദ്വീപിലേക്ക് പോയാൽ തന്നെ നമ്മൾ എങ്ങനെ ദ്വീപിൽ നിന്ന് വണ്ടി കൊണ്ടുവരും? അതാണ് ഈ ആലോചിക്കണം. അതൊക്കെ പോവാൻ വേണ്ടി വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എടുത്തല്ലോ. ഓ വെയിറ്റ് തേണ്ട അവിടെ കുറെ ജെറ്റ്സ്കൈ കിടപ്പുണ്ട്. ജെറ്റ്സ്കൈ വെച്ച് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. പക്ഷെ പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വണ്ടി തിരിച്ചോണ്ടിരും? അതാണ് എന്തായാലും നമുക്കൊരു കാര്യം പോയി നോക്കാം. എന്നിട്ട് സ്കെച്ചൊക്കെ ഇട്ടിട്ട് പിന്നെ നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യാം. എന്തായാലും പോയി നോക്കാം അങ്ങോട്ടേക്ക്. ഓക്കെ നമ്മുടെ ടോട്ടൽ കൂടെ കിടപ്പുണ്ട്. നമ്മുടെ സിംഗിയൻ അയച്ച ലൊക്കേഷന്റെ ആ ഒരു പേര് പ്രകാരം ഈ ഒരു സ്ഥലത്തിന്റെ പേര് ലോബി എന്നാണ്. ലോബി നമ്മുടെ മറ്റേ ഈ ഗെയിം തുടങ്ങുന്നതിന് മുമ്പുള്ള ആ ലോബിയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ വലിയൊരു ടവർ പോലത്തെ എന്തോ കാണുന്നുണ്ട്. ഓക്കെ നമ്മളങ്ങനെ ഈ ഒരു ദ്വീപിന്റെ പിന്നാമ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ ജെറ്റ്സ്കൈ പോവാതെ ഇവിടെ തന്നെ കിടക്കണം. ജെറ്റ്സ്കൈ ഇവിടെ കിടക്കട്ടെ. ഊർന്നൂർന്ന് പോകൂടെ ഇല്ല. ഈ ഒരു ദ്വീപിലൊക്കെ കാർ എടുക്കാൻ വേണ്ടി വരുമെന്ന് ആരും അറിഞ്ഞില്ല. ആ ടവറിന്റെ മേളിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഒരു പറ്റിയ കൂടി വ്യൂ കിട്ടുമല്ലേ. ഓക്കെ അതിന്റെ മേളിൽ കയറാം. എന്റെ കയ്യിലാണ് ബൈനോക്കുലർ ഇരിപ്പുണ്ട്. ഞാനിത്ര അത് ഉപയോഗിക്കാത്ത എന്റെ കയ്യിൽ ബൈനോക്കുലർ ഉണ്ടായിരുന്നു. ടവറിന്റെ മേളിൽ ആരെയും കാണാനില്ല. മരമൊക്കെ നോക്കിയേ. ഫ്രീ ഫയറിന്റെ ആ ഒരു ഗ്രാഫിക്സ് ഒക്കെ ഇതുപോലെ അല്ലേ. ഈ ഒരു ടവർ എന്താ പൊക്കത്തിലാന്ന് നോക്കിയേ. ഞാനിപ്പോ എവിടെ നിന്ന് എനിക്ക് ഇവിടെ നോക്കിയിട്ട് ഒന്നും കാണാം. ഓക്കെ മിനിറ്റ്. അവിടെ ഒരു കൂട്ടം ആൾക്കാരെ കാണുന്നുണ്ടല്ലോ. നമുക്ക് സൂം ചെയ്ത് നോക്കാം. എന്താടാ എടാ ഇതപ്പോ ശരിക്കും മറ്റേ ലോബിയാണ്. അത് ട്രെയിൻ ചെയ്യണ സ്ഥലം പോലെ എനിക്ക് തോന്നുന്നു. കുറെ പേരുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ ഈ ഡ്രസ് ഇട്ട് പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കൂട്ടത്തിൽ ഒരാളാന്ന് വിചാരിക്കുള്ളൂ. ഓക്കെ പാരച്യൂട്ട് ഇടാ. ഓൾറൈറ്റ്. ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ ഫ്രീ ഫയർ. പാരച്യൂട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കറക്റ്റ് ഫ്രീ ഫയർ അല്ലേ. കറക്റ്റ് പബ്ജി ഫ്രീ ഫയർ. ഓക്കെ ഇവിടെ എന്താടാ ഒരു കൂട്ടം ആൾക്കാരെ കാണുന്നുണ്ടല്ലോ. എന്താ അവിടെ കുറെ പെട്ടിയൊക്കെ ഇരിക്കണം. അതിന് പൊക്കിക്കൊണ്ടല്ലേ. ഇതെന്താ എയർ ഡ്രോപ്പാ? പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു DJ പാട്ട് എന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷേ അത് എടുത്താൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഫ്രീ ഗിഫ്റ്റുകൾ, ഫ്രീ എയർ ഡ്രോപ്പുകൾ, ഫ്രീ ബുള്ളറ്റുകൾ എല്ലാം ഫ്രീ എയർ ഡ്രോപ്പാ. ഒരെണ്ണത്തിൽ നിന്ന് മാത്രം പൊങ്ങുവാനുള്ളല്ല. ഓക്കെ പക്ഷെ ലൊക്കേഷൻ പ്രകാരം ആ കാർ ഇവിടെ ഉണ്ടെന്നുള്ളത് ഉറപ്പാ. എല്ലാവരും ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായി. ഓക്കെ ഈ സാഹചര്യത്തിൽ നമുക്ക് പോയിട്ട് ആ കാർ തപ്പാം. ഇവിടെ ഇത്രയും വലിയ സ്ഥലത്തുനിന്ന് ഞാൻ ആ കാർ എങ്ങനെ തപ്പിയെടുക്കും ഇനി? അല്ല DJ അലോകല്ലേ എന്ന് വെച്ചത്. DJ അലോകിന്റെ വണ്ടി ഏതാടാ? അത് ഏത് വണ്ടി ആയിരിക്കും? അപ്പുറത്തേക്ക് എന്തോ ബിൽഡിംഗ് പോലെ കാണുന്നുണ്ട്. ഓ ചാടി കേറാ. ഇടത്തെ താഴത്ത് മറ്റേ ഷൂട്ട് ചെയ്യണ സ്ഥലമൊക്കെ കാണാണ്ട. ഇതപ്പോ ട്രെയിനിങ് ഗ്രൗണ്ട് ആണ്. ഇത് നമുക്ക് ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അവിടെ ഒരുത്ത നിക്കണേ. അവന്റെ കയ്യിൽ ഒരു കണ്ണുണ്ടല്ലേടാ. വേറെ എവിടെയൊക്കെ ആളെ നോക്കട്ടെ. അപ്പുറത്ത് എവിടെയെങ്ങും ആരെയും കാണാനില്ല. വേറെ എങ്ങും ആരെയും കാണാനില്ല. ഈ നൈസായിട്ട് നമുക്ക് അവന്മാരറിയാതെ താഴത്തേക്ക് എവിടെയെങ്ങും ആരെയും കാണാനില്ല. വേറെ എങ്ങും ആരെയും കാണാനില്ല. ഈ നൈസായിട്ട് നമുക്ക് അവന്മാരറിയാതെ താഴത്തേക്ക് ഇറങ്ങാം. ഇങ്ങോട്ടേക്ക് ഇറങ്ങാം. താഴത്തേക്ക് ഇറങ്ങാം. സംതിങ് ഫിഷി. എന്തുകൊണ്ട് ആ ഒരു വെയർ ഹൗസിന്റെ ഫ്രണ്ടിൽ അവന്മാര് നിക്കണം? അതാണ് എന്റെ ചോദ്യം. ആർക്കറിയാം? വോട്ട് ആൻ ഐഡിയ. നമ്മൾ സിസ്റ്റം വഴി ഒരു കാറല്ലേ കിടക്കണം. അത് ഏതോ കൂടിയ സ്പോർട്സ് കാർ ആട്ടാ. അത് സിമിയുടെ അച്ഛയിൽ എന്തോ പേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പേര് എനിക്കങ്ങ് മനസ്സിലായിട്ടില്ല. ഏതെങ്കിലും കാറാവട്ടെ. രണ്ടുപേരും ഇവിടെ ഉണ്ട്. വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എനിക്കറിയാൻ പാടില്ല. ഐ തിങ്ക് ഇത് വേറെ രീതിയിൽ ഡീൽ ചെയ്യണമെന്ന് തോന്നുന്നു. ഓക്കെ നമുക്ക് നൈസായിട്ട് അകത്തേക്ക് കയറാം. ഓൾറൈറ്റ് നമ്മൾ അവന്മാരറിയാതെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വരുത്തുന്നുണ്ട്. ഇത് അവിടെ വരുത്തുന്നുണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കണം ഈ കാർ എടുത്തോണ്ട് വേണേ വിട്ടാം. പക്ഷെ എങ്ങനെ നമ്മൾ ഈ കാർ ഇവിടുന്ന് കൊണ്ടുപോകാം? ആദ്യം അവന്മാരെ ബോധം കെടുത്തിയിട്ട് നിക്ക് ഞാൻ വിചാരിച്ചത് ഞാൻ ഇവിടെ തിരിച്ച് ജെറ്റ്സ്കൈയിൽ പോയിട്ട് ഹെലികോപ്റ്റർ എടുത്തോണ്ട് വന്ന്. പക്ഷെ തേണ്ട ഇവിടെ ഒരു കാർഗോ ബാബയെ കിടപ്പുണ്ട്. ഇത് മതി കൊണ്ടുപോകാൻ വേണ്ടി. ഓക്കെ ഐ തിങ്ക് ഇന്നാ പിടിച്ചു. അവൻ കണ്ടില്ലല്ലോ അല്ലേ. ഓക്കെ ഇനി നൈസായിട്ട് അവനെ കൂടി തീർത്തു കഴിഞ്ഞാൽ കാർ എടുത്തിട്ട് ആ ഹെലികോപ്റ്റർ എടുത്ത് കൊടുത്ത് സ്ഥലം കയ്യിലേക്കാം. എനിക്ക് പിന്നിൽ നിന്ന് ഒന്നിങ്ങനെ ഇരിക്കാൻ നല്ല രസം. എന്നാ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ ഈ കാർ എടുക്കാം. ഫ്രീ ഫയറിലെ അടുത്തൊരു കാർ. കൊള്ളാം. പക്ഷെ എന്തൊക്കെയോ ഇവിടേക്ക് എന്തൊരു അപാകതയുണ്ട്. ഇട്ടടാ പൊളി വണ്ടി എടുക്കടാ. വണ്ടിക്ക് നല്ല ആക്സിലറേഷൻ ഒക്കെ ഉണ്ട്. ഇത് ഇവിടെ ഇടാം. എന്നാലാണ് നമുക്ക് ആ ഒരു ഹെലികോപ്റ്ററിലേക്ക് ഇത് കയറ്റാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെ കിടക്കട്ടെ. അപ്പൊ നിങ്ങളാലേക്ക് എനിക്ക് ഹെലികോപ്റ്റർ ഓടിക്കറിയോ? ഇതൊക്കെ എനിക്ക് വല്ലവർക്ക് ഓക്കെ പറക്കട്ടടാ. ഇത് താഴത്തൊരു സാധനം ഉണ്ടായിരുന്നല്ലോ. ഇതിന്റെ ഇവിടെ
ഓൾറൈറ്റ് കിട്ടിയ ആ സാധനം തന്നെ. ഈ സാധനം വെച്ചാണ് നമ്മളെ വണ്ടി ബുക്ക് എടുക്കാൻ വേണ്ടി പോകുന്നത്. തിരികെ നൈസായിട്ട് കാറിൽ കൊണ്ടുപോയി ലോക്കിട്ട് സാധനം ഫൈനലി വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ഈ വണ്ടിയായിട്ട് നമുക്ക് നൈസായിട്ട് ആരും അറിയാതെ സ്ഥലം കാര്യമാക്കാം. നമ്മുടെ തിരിച്ചുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മള് ഈ ഒരു വണ്ടിയായിട്ട് ലോക്കിനെ പറ്റി പോവാണ്. സോ നമ്മുടെ വണ്ടി അവിടെ ഓക്കെ. സോ നേരെ കരയിലേക്ക് ചെയ്യാൻ അയച്ച ഡീറ്റെയിൽസ് പ്രകാരം ഇനി ഒരൊറ്റ വണ്ടി മോഷണം മതി. അത് ഏതായിരിക്കും ഇനി? അത് എവിടെ പോയി ഇരുന്നുണ്ട്? ഓരോ പ്രാവശ്യം നീ വീഡിയോയിലെ ആകാശത്തൊക്കെ പോയി എടുക്കേണ്ടി വരും. ഓക്കെ, ഇവന്റ് നമുക്ക് ഓക്കെ. ആ വണ്ടി നമ്മൾ നൈസായിട്ട് അവിടെ ഇട്ടുകൊണ്ട് എന്തായിട്ട് ഈ ഹെലികോപ്റ്റർ സേഫ് ആയിട്ട് ഇങ്ങനെയൊക്കെ ഒന്നൊക്കെ ചെയ്യുന്നുണ്ട്. ഡോർ കറി പറഞ്ഞു കൂടി. ഓക്കെ, നമ്മുടെ ഡോർ ട്രക്കിംഗ് എടുക്ക് കുറച്ച് സ്ഥലത്ത് ഞാൻ കൂടെ ഇട്ടിട്ടുള്ളത്. കുറെ നാളായി മോഷണം നടത്തിയിട്ടെങ്കിലും നമ്മുടെ ആ ഒരു മോഷണ കല മറന്നിട്ടില്ല നമ്മള്. ഓക്കെ, അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മറ്റത് മോഷണമൊക്കെ നമ്മൾ അങ്ങോട്ട് വെച്ചോണ്ട് പോകാം. ഇത് നമ്മൾ വലിക്കുമ്പോഴേ കൂടെ പോവുക. ഓക്കെ, ഇത് നമുക്ക് ഷോറൂമിലേക്ക് കൊണ്ടുപോകാം. കാരണം നമ്മുടെ സെക്കൻഡ് വണ്ടി നമുക്ക് സ്വന്തം. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ വണ്ടിയായിട്ട് നമ്മുടെ ഷോറൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ടോ ട്രക്കിൽ ഇത് കണ്ടോ, പൊക്കാനൊക്കെ പറ്റും. പൊക്കാനും താത്താനും ഒക്കെ പറ്റും. എന്താണ് തന്റെ പേര് പറഞ്ഞത്? റെഡ് ക്രിമില്ല. ആൾക്കാരെ എത്രയൊക്കെ മാറ്റിയാലും ആൾക്കാർ വന്ന് നോക്കിക്കൊണ്ടേയിരിക്കും. ചേട്ടാ, ഇത് ഷോറൂമിൽ വണ്ടി വാങ്ങിക്കുള്ളവർ മാത്രം മതി. നീ എത്ര വണ്ടിയുടെ മേളിലേക്ക് ഡോറിൽ അടച്ചിട്ട് ചെയ്യും. ഈ വണ്ടി അടിപൊളിയാണല്ലോ ഫ്രാങ്ക്ലിൻ ഭായ്. ഇത് നമുക്ക് ഇയാൾക്ക് വെക്കൊന്നും വേണ്ട, നമുക്ക് തന്നെ വെക്കാം. എത്ര നമുക്ക് തന്നെ വെക്കാനാ? ഞാനൊന്നും ആലോചിക്കാതെ ഇല്ല. എന്റെ വണ്ടി എനിക്ക് കിട്ടില്ല. ഇവിടെ ഫിഷയാവും. ഞാൻ കൂടിയുള്ളവരാണ്. അതാണ് സിമി, എന്റെ ഷോറൂമാണ്. അവരാണ് ലൊക്കേഷനൊക്കെ തന്ന. അവിടെ ബേബി കുറെ നേരമായിട്ട് ഞാൻ ഒരു കാര്യം ആലോചിക്കണം. ഈ വണ്ടിയുടെ ഫാസ്റ്റ്, ഇതിന് ഭയങ്കര ഫാസ്റ്റ് ആകുന്നുണ്ട്. നോക്കിട്ട് വരാം. ഇപ്പൊ മോനെ, ഈ വണ്ടിയുടെ ഫാസ്റ്റ് വെക്ക്. വിഷയം. ഞാൻ എങ്ങോട്ടാണ് വന്നത്? ഈ വണ്ടി ഞാൻ വിചാരിച്ച പോലെ തന്നെ ഭയങ്കര ഫാസ്റ്റ്. ഞാൻ ആക്സിഡന്റ് കൊടുക്കുന്ന വണ്ടി പറക്കും. ആരെങ്കിലും ഒരു രക്ഷയില്ലാത്ത സ്പീഡ്. ഈ വണ്ടി കൊടുക്കാൻ വേണ്ടി തോന്നുന്നില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ വണ്ടിയല്ല. ഓക്കെ, നമ്മൾ അടുത്ത ഫ്രീ വണ്ടി മോഷ്ടിക്കാൻ വേണ്ടി അടുത്ത സ്പോട്ടിലേക്ക് ഒതുക്കുകയാണ്. ഇവിടെ അവിടെയാണ് ലൊക്കേഷൻ കാണിക്കണം. അവിടെ എന്തോ സാധനം പുണ്യൊക്കെ നിൽപ്പുണ്ട്. ഈ സ്ഥലത്തിന്റെ പേരെന്താ? മാർസ് ഇലക്ട്രിക്. അങ്ങനെ കണ്ടാണ് അതിൽ കണ്ടുവച്ചത്. എനിക്ക് സ്ഥലം അറിയാം. ഇതെന്തോ ഫാക്ടറിയാന്ന് തോന്നുന്നു. ഇങ്ങനെ ഫാക്ടറി അങ്ങനെ ഓരോ സ്ഥലം. ഓക്കെ, ഇപ്പൊ അപ്പുറത്തേക്ക് എങ്ങനെ കയറും? ഇത് തന്നെ സ്പോട്ട്. ഇനി അപ്പുറത്തേക്ക് എങ്ങനെ കയറുന്നാണ് ഞാൻ എന്താ പുറകിന്ന് ഒരു ഒച്ച. അതിന് ട്രെയിനെ ഞാൻ വെട്ടിക്കൂടാ. ട്രെയിനിന്റെ ഒപ്പം പോവാം. ഓക്കെ, എനിക്ക് അപ്പുറത്തേക്കാ പോകണ്ട. ട്രെയിൻ അങ്ങോട്ടാ പോകണ്ട. ട്രെയിൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ഓക്കെ, ട്രെയിൻ പോയിട്ടുണ്ട്. സോ അപ്പുറത്തേക്ക് കയറാം. റെയിൽവേ പാളത്തിന് തൊട്ട് തന്നെ ഇവിടെയാണെന്ന് തോന്നുന്നു. ഓക്കെ, സോ നമുക്ക് ചുറ്റിനെ ഒന്നാണെന്ന് നോക്കട്ടെ ആദ്യമേ. ഇവിടെ എന്നുള്ളത് അവസാനത്തെ ഒരു ഇതായത് കാരണം എനിക്കൊരു പേടി. ചിലപ്പോ ഇവിടെ കുറെ പേരുണ്ടെങ്കിലാ നമ്മളെ തീർക്കാൻ പറ്റാറില്ല. അല്ല, നിങ്ങൾക്ക് ഓരോ സ്ഥലത്ത് ഒരു ക്യാരക്ടർ ഇല്ലായിരുന്നു. ആദ്യം ക്രോമോ, പിന്നെ DJ അലോക്ക്. ഇവിടെ ആരായിരിക്കും ഉള്ളത്? അപ്പൊ അതിനോട് വെച്ച് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് പോവാം. ആരും ഉള്ളതായിട്ട് തോന്നില്ലല്ലേ? അത് ശരി, ആളുടെ ഒരു എന്തെങ്കിലും ഒച്ചയൊക്കെ ഉണ്ടാവും. സോ നമ്മുടെ എൻട്രൻസ് കുറച്ച് സെറ്റ് ആക്കി വിടുക. We are going to enter like this. ഓക്കെ ഗൈസ്, നമ്മള് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി തിരിച്ചൊക്കെ പോയല്ല. എനിക്ക് അവിടെ ഒരാൾ നിൽക്കൊണ്ടാ. എനിക്ക് അപ്പോഴേ തോന്നി ഒന്നുമില്ല അടിക്കിട്ടേ. അവിടെ ഒരു കാറോടൊപ്പം ഉണ്ട്. അതാണ് കാർ. എന്റെ കയ്യിൽ സ്നൈപ്പർ ഉണ്ട്. സ്നൈപ്പർ ഓക്കെ, ഒരു കുത്തിക്കളി. അവന്റെ റീലോഡ് ആവുമ്പോഴത്തേക്ക് നമുക്ക് പറഞ്ഞ ഇതൊരു ഫ്രീ ഫയർ ക്യാരക്ടർ അല്ലേ? കൊള്ളുന്നുണ്ട്. ഓക്കെ, സൂം ചെയ്ത് കൊടുക്കണം അവനെ കുട്ടി. ഓൾറൈറ്റ്, അവനവിടെ വീണിട്ടുണ്ട്. ഒറ്റ പുള്ളറ്റ് നമ്മൾ തീർത്ത്. എന്റെ ജോലി ഇവിടെ വീണിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടോന്ന് അറിയാൻ പാടില്ല. എന്തായാലും അവിടെയാണ് ആ വണ്ടി ഉള്ളത്. നമ്മുടെ വണ്ടി ഏകദേശം പകുതി വേണ്ടി വെച്ച് നശിപ്പിച്ചിട്ടുണ്ടാവും. പൊട്ടിച്ച് നമ്മളെ കൊല്ലാനുള്ള വഴിയാണെന്ന് തോന്നുന്നു. വണ്ടി എടുത്തോണ്ട് പോകണം. വണ്ടിയിലാവുമ്പോൾ ആരെങ്കിലും വെടിവെച്ച് കഴിഞ്ഞാൽ വണ്ടി പൊട്ടനും എടുത്ത് ചാടി രക്ഷപ്പെടാൻ പറ്റും. ഓൾറൈറ്ററാ വന്നപ്പോൾ തന്നെ വണ്ടി പിന്നെ ഈ വണ്ടി ഒറ്റ കിട്ടേക്കണ സംതിങ് ഫിഷി. ഇത് അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടാവുക. ഓക്കെ, എടാ അവസാനത്തെ വണ്ടി ഇത്രയും എളുപ്പത്തി. എടാ ഇത് ഫ്രീ ഫയർ വണ്ടി. എടാ ഇത് സാധാ വണ്ടി. ഇത് GTA 5 തന്നെ ഉള്ള വണ്ടിയല്ലേ? ഈ വണ്ടിയല്ല, നമുക്ക് ഫ്രീ ഫയർ വണ്ടിയാണ് വേണ്ടത്. ഫ്രീ ഫയർ വണ്ടിയും ഇതും GTA 5 ഉള്ള വണ്ടിയല്ലടാ. ഇവിടെ ഒത്തിരി വണ്ടി ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ അവസാനത്തെ വണ്ടി അത്ര എളുപ്പമാവില്ല. ഇതിന്റെ പുറകിൽ മറ്റേ ഇടിക്കാനുള്ള സ്റ്റെപ്പ് ഉണ്ട്. ഈ വണ്ടി പോയി കഴിഞ്ഞാൽ എനിമീസ് വരുവാണെങ്കിൽ തീർത്തുകളഞ്ഞേക്കാം. ഇവിടെ എന്താ കുറെ പക്ഷികളൊക്കെ പാർക്കുന്നു. പക്ഷെ നമ്മുടെ വണ്ടി അതിനകത്തുണ്ടാവും. പിന്നെ ചുറ്റും നടന്ന് നോക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്മാരെയൊക്കെ തീർത്തിട്ട് തന്നെ വരും. യെസ്, ഇവൻ ഫ്രീ ഫയറിലെ ക്യാരക്ടർ തന്നെ. ഇവിടെ വേറെ ആരും നമ്മൾ ഇതുവരെ വെട്ടി വെച്ചില്ല. അപ്പൊ ഇനി ഇവിടെ ആരും ഇല്ലേ? അവിടെ മൊത്തം നോക്കി വണ്ടി ഒന്നും കാണാനില്ലല്ലോ. എവിടെയാണ് വണ്ടി? എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകും. ഇത് ഫ്രീ ഫയർ വണ്ടി. ഫ്രീ ഫയർ ട്രക്ക് എന്നാണ് സിമിയിൽ അയച്ചത്. അത് തന്നെയാണോ ഇതിന്റെ ഒറിജിനൽ പേര് അറിയാൻ പോകാം. ആയാലും വണ്ടി കിട്ടുന്നുണ്ട്. ഇത് തന്നെ. പക്ഷേ സംതിങ് ഫിഷി. ആരെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരണ്ടയാണല്ല. നമുക്ക് ഇവിടുന്ന് സ്ഥലം കളിയാക്കാം. നമുക്ക് ഫ്രണ്ട് വഴിയല്ല ബാക്കിൽ നിന്ന് ഘടിപ്പിക്കാൻ പറ്റും. നോക്കട്ടെ. എനിക്ക് തോന്നുന്നു അതാ കുറച്ചുകൂടി കൊല്ലാൻ വേണ്ടി എളുപ്പം തോന്നുന്നു. ഓൾറൈറ്റ്, ഇതെന്തോ
ചേട്ടാ ഇത് ഫ്രണ്ടിലേക്ക് പോയി കണക്ട് ആയിക്കണം. ഇങ്ങനെയൊക്കെ വണ്ടി കളിച്ചാൻ പറ്റും. ഇതെന്ത് കണക്ഷൻ? വിട്ടെ. ഓ ഇത് വലിയ സാധനം അതാണ്. ഓക്കെ ഇതുമായിട്ട് നേരെ ഇതെന്താ ഇങ്ങനെയൊക്കെ കണക്ട് ആവണം. ഓക്കെ അടുത്ത ട്രെയിൻ വരുന്നതിന് മുമ്പ് ഈ വണ്ടിയായിട്ട് ഇവിടുന്ന് സ്ഥലം കാലിയാക്കാം, അല്ലെങ്കിൽ ട്രെയിൻ പാളത്തി വെച്ചിട്ട് നമ്മള് വണ്ടി ഇടിച്ച് തെറിപ്പിക്കും. ഫൈനലി സിമ്മിയൻ അയച്ച മൂന്നാമത്തെ ലൊക്കേഷനിലെ വണ്ടി നമ്മൾ റോപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ സോ ഈ വണ്ടിയായിട്ട് നേരെ ഷോറൂമിലേക്ക്. ഓക്കെ അങ്ങനെ ഫൈനലി നമ്മൾ ആ വണ്ടിയായിട്ട് എത്തിച്ചാലേ വന്നടാ ഞാൻ വന്നാച്ച്. ഓക്കെ അങ്ങനെ സിമ്മിയൻ അയച്ച മൂന്നാമത്തെ ഫ്രീ ഫയർ വണ്ടിയായിട്ട് ഞാൻ വന്നടാ. ഫ്രീ ഫയർ വണ്ടി ഇല്ല, ഒത്തിരി വണ്ടി ഉണ്ടായിരുന്നു, മാറിപ്പോയിട്ടൊന്നുമില്ല. വണ്ടിയാണ് അവൻ പറഞ്ഞ പേര് ഇതാണ്, ഇത് ഫ്രീ ഫയർ വണ്ടിയാണ്. ഓക്കെ സോ എന്താ അടുത്ത വണ്ടി കൂടി സോറി സിമിയൻ പറഞ്ഞു വെച്ചിട്ട് ഈ ഒരു 3 വണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ വിൽക്കാം. ഇതിനെല്ലാത്തിനും കൂടി ഒരു 15 കോടി രൂപ തരേണ്ടി വരും. എന്താ 15 കോടിയാ? നടക്കില്ല 15 കോടി നടക്കില്ല, ഒരു 10 കോടി തരാൻ വേണമെങ്കിൽ. 10 കോടിയാ? 10 കോടിക്ക് വേണേ 2 വണ്ടി വരാം. അപ്പൊ ഈ വണ്ടി എടുക്കും. അതുകൊണ്ട് ഓക്കെ 15 അത് ഞാൻ തരാം. ഓക്കെ ഇന്ന് ഒരു ദിവസം ഫുള്ള് ഈ 3 വണ്ടിക്ക് വേണ്ടിയാ കളഞ്ഞു. പക്ഷെ ഇനി അടുത്ത ദിവസം എന്തൊക്കെ മാരണങ്ങൾ വരുവാവോ, ഇനി വേറെ വണ്ടി മോഷ്ടിക്കിട്ടൊക്കെ വരുവാവോ, ഇനി പബ്ജിയിലെ വണ്ടിയൊക്കെ വരുവടി. ഓക്കെ ഓൾറെഡി ഗൈസ് എന്തായാലും നമ്മുടെ ഇന്നത്തെ ദിവസം ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഷോറൂം അടച്ചുകൂട്ടി വീട്ടിൽ പോവുക ഈ ഒരു വണ്ടി കൂടി സെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ. ഗൈസ് അങ്ങനെ ഫ്രീ ഫയർ വണ്ടികൾ മോഷ്ടിക്കുന്ന വീഡിയോ ഇവിടെ വെച്ച് കഴിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ചാനൽ സബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളോട് അടുത്ത പുതിയ